നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിദേശ രാജ്യങ്ങളിൽ പോകാനാണെങ്കിലും അവിടെ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് വരാനാണെങ്കിലും വിസ ആവശ്യമാണ്. എന്നാൽ ഇന്ത്യൻ എംബസിയിലേക്ക് പോകുന്ന കാര്യം ഓർക്കുമ്പോൾ ഇന്ത്യക്കാർക്ക് പോലും ഉറക്കം നഷ്ടപ്പെട്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. വിദേശികളുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. മണിക്കൂറുകൾ വഴിയിലൂടെ ക്യൂ നിന്ന് ഒടുവിൽ ഓഫീസിലെത്തി ഏതെങ്കിലും മൂരാച്ചി ഉദ്യോഗസ്ഥന്റെ ശകാരവും കേട്ട് കാര്യം നടക്കാതെ തിരിച്ചു വരുന്ന കാലമായിരുന്നു അത്. എന്നാൽ ഇതിനൊരു പരിധിവരെ അറുതി വരുത്തിക്കൊണ്ട് കോൺസുലാർ സർവീസുകൾ എല്ലാം തന്നെ VFSന് പുറംജോലി കരാർ നൽകിയെങ്കിലും ഇപ്പോഴും വിസയ്ക്കും OCIക്കുമെല്ലാം പലവട്ടം ഇത്തരം സെന്ററുകളിൽ കയറിയിറങ്ങേണ്ട ഗതികേടിലാണ് ബ്രിട്ടനിലെ ഇന്ത്യക്കാരും ഇന്ത്യയിലേക്ക് യാത്ര പോകാൻ ആഗ്രഹിക്കുന്ന ബ്രിട്ടീഷുകാരും ഇപ്പോൾ. അതായത് ഇന്ത്യൻ വിസയ്ക്ക് അപേക്ഷിക്കുന്നവർ നേരിട്ട് VFS കേന്ദ്രങ്ങളിൽ എത്തി അപേക്ഷ നൽകേണ്ട സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. വിസ കിട്ടാനുള്ള കാലതാമസവും അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളും ഏറെയായിരുന്നു. ഇതിനെല്ലാം തന്നെ പരിഹാരം കാണാനുള്ള നടപടികളിലാണ് ലണ്ടനിലെ പുതിയ ഹൈക്കമ്മീഷണർ വിക്രം ദൊരൈസ്വാമി കൈക്കൊണ്ടിരിക്കുന്നത്. സെൻട്രൽ ലണ്ടനിലെ മെർലിബോണിൽ പുതിയ വിസ ഫെസിലിറ്റേഷൻ സെന്റർ തുറന്നുകൊണ്ടുള്ളതാണ് ആദ്യത്തെ പരിഷ്കാരം. ഗ്രൂപ്പ് വിസകൾ കൂടുതൽ ഉദാരമാക്കുന്നതാണ് രണ്ടാമത്തെ നടപടി. ഒരു ട്രാവൽ ഏജൻസി വഴിയോ വിമാനത്തിലോ ഓരോ സ്ഥലത്തേക്ക് പോകുന്ന സംഘത്തിന് ഗ്രൂപ്പ് വിസ നൽകുന്നതാണ് പുതിയ പദ്ധതി. നവംബർ 1 മുതൽ ഈ പരിഷ്കാരം പ്രാബല്യത്തിലാകും. അപേക്ഷകരുടെ വീട്ടുമുറ്റത്ത് വിസ എത്തിക്കുന്നതാണ് ഏറ്റവും വിപ്ലവകരമായ പദ്ധതി. ഇതിന് സാധാരണയിലും അധികം ഫീസ് നൽകേണ്ടി വരും. വിസയ്ക്ക് ആവശ്യമായ അപേക്ഷയും അനുബന്ധ രേഖകളും വീട്ടിൽ വന്ന് ശേഖരിക്കുകയും പിന്നീട് വിസ തയ്യാറായാൽ അത് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്ന പദ്ധതിയാണിത്. ഏറെക്കുറെ സമാനമായ രീതിയിൽ അധിക ഫീസ് നൽകി അപേക്ഷകൾ ഓൺലൈനായി പ്രോസസ്സ് ചെയ്യുന്ന സംവിധാനവും ആവിഷ്കരിക്കുന്നുണ്ട്. അധിക ഫീസ് നൽകി അപേക്ഷയുടെ പരിശോധന വേഗം പൂർത്തിയാക്കുന്ന സംവിധാനവുമുണ്ട്. പുതിയ പദ്ധതികളിലൂടെ ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള വിസ നടപടിക്രമങ്ങൾ അതീവ ലളിതമായി മാറുമെന്നാണ് പ്രതീക്ഷ. OCI നടപടിക്രമങ്ങളിലും മറ്റ് പാസ്പോർട്ട് കോൺസുലാർ സർവീസുകളിലും സമാനമായ രീതിയിൽ ഒട്ടേറെ പരിഷ്കരണങ്ങളുടെ പണിപ്പുരയിലാണ് പുതിയ ഹൈക്കമ്മീഷണർ. ബ്രിട്ടനിലേക്ക് ദിവസേന എന്നോണം എത്തുന്ന നൂറുകണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയാനും അതിന് പരിഹാരം കാണാനുമായി ഹൈക്കമ്മീഷണർ അടുത്തിടെ വിളിച്ചു ചേർത്ത ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ യോഗം ഏറെ ശ്രദ്ധേയമായിരുന്നു. ഇതിന് പിന്നാലെയാണ് എല്ലാവരും ആഗ്രഹിച്ചിരുന്ന വിസ പരിഷ്കാരങ്ങൾ വന്നത്. നാളുകളായി നാഥനില്ലാ കളരിയായിരുന്ന ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന് ഏറെക്കാലത്തിന് ശേഷം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരാളെ കിട്ടിയ ആശ്വാസത്തിലാണ് ബ്രിട്ടനിലെ ഇന്ത്യക്കാർ.